വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. ശിശുദിനാഘോഷത്തോടൊപ്പം നടന്ന പ്രീ പ്രൈമറി കലോത്സവവും കുരുന്നുകൾക്ക് ആവേശമായി. യുവസാഹിത്യകാരൻ R. രൂപേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നവംബർ 14 ശിശുദിനം നമ്മൾ ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റില്ല? എന്തുകൊണ്ടാണ് നെഹ്റുവിന്റെ ദിനം ശിശുദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്? നെഹ്റുവിന്റെ ജന്മദിനം നെഹ്റുവിന് കുട്ടികളോടുള്ള സ്നേഹവും കരുതലും തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാന കാരണം. വിദ്യാസമ്പന്നനായ വളർന്നു വരുന്ന വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ ഉന്നമനത്തിന് ഏറ്റവും വലിയ ആഭികാമ്യം എന്നാണ് നെഹ്റു പറയുന്നത്. നെഹ്റുവിനെ പറ്റി പറയാനാണെങ്കിൽ എഴുത്തുകാരനും പ്രാസംഗികനും അങ്ങനെ ധാരാളം കുറെ കാര്യങ്ങൾ നെഹ്റുവിനെ പറ്റി പറയാനുണ്ട്. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ച സമരന്മാരിൽ ഒരാളും കൂടിയായിരുന്നു നെഹ്റു. അതുപോലെ ഇന്ത്യയെ കണ്ടെത്തൽ തുടങ്ങിയ ശ്രദ്ധേയമായ ധാരാളം പ്രബന്ധങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. PTA പ്രസിഡന്റ് NN വിജയൻ അധ്യക്ഷനായി. മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റുവിന്റെ ജന്മദിനം കൂടിയാണ് ഈ ശിശുദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ഒരു ചിന്തകനായിരുന്നു നെഹ്റു എന്ന് നമുക്കും, അതേപോലെ തന്നെ സാഹിത്യകാരനാണ്, ഒരു വലിയ നയതന്ത്ര ചിന്തകനുമാണ്. അങ്ങനെ കുട്ടികളോട് ഒരുപാട് സ്നേഹമുള്ള ഒരു മുൻ പ്രധാനമന്ത്രിയായിരുന്നു നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യം മനസ്സിലായിട്ട്. പിന്നെ മക്കളെ നമ്മൾ ആ മഹാവ്യക്തിയെ കുറിച്ച് നോക്കുമ്പോൾ ആളുടെ ജന്മസ്ഥാനം നമ്മളെ ഇവിടെ അസംബ്ലിയിൽ നമ്മളെ മകൻ സൂചിപ്പിച്ചു. 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. ആ ജന്മദിനമാണ് നമ്മൾ ഇന്ത്യ ഒട്ടുക്കും ഇപ്പോൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്. പ്രധാന അധ്യാപിക ഗീത, SMC ചെയർമാൻ AC ബിജേഷ്, MPTA പ്രസിഡന്റ് സുകന്യ, അധ്യാപിക ഷീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി.